സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടാ. പ്രിയദർശിനി യാത്ര കൊട്ടിഘോഷിച്ച് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയ ഒരു പരിപാടിയാണല്ലോ സൗജന്യ യാത്ര. വണ്ടിക്കാശില്ലാണ്ട്, വണ്ടിക്കൂലി കൊടുക്കാൻ കാശില്ലാണ്ട് ആരും വീട്ടിൽ കയറിയിരിക്കേണ്ട. അമ്പലത്തിലാ, പള്ളിയിലാ, അല്ലെങ്കിൽ ടൂറിനാ, ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്കാശില്ലാന്ന് പറഞ്ഞാൽ ആരും പോകാണ്ടിരിക്കേണ്ട, ലീവ് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി അങ്ങോട്ട് ആരെ കൊണ്ടുവന്നത്? രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പെണ്ണുങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് പിന്നെ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അങ്ങോട്ട് ആട് കിടന്നെങ്കിൽ കൂടെ കൂടി ഉണ്ടാവില്ല, തിരിഞ്ഞു പോകൂല, ഈ പരിപാടി ഇവിടെ നടപ്പാക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ കമ്പനി വരെ വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ബി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ബി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ KSRTC ബസ്സിൽ കയറിയിരുന്ന് എവിടെ ഞങ്ങൾക്ക് പോകാൻ സൗജന്യ യാത്രയും പോകണം, ടിക്കറ്റ് ഇല്ലാണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞ് കണ്ടക്ടറൊക്കെ വേണ്ട തെറി പറയണതൊക്കെ നമ്മൾ കേട്ടതാണ്. ബി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞ ആളുകളാണ് കേരളത്തിലെ ചില വനിതാ സംഘടനകൾ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വെറുതെ എങ്കിലും എവിടെയും പോകാനില്ലെങ്കിലും കാലത്ത് തന്നെ ഉടുത്തുകെട്ടി ചമഞ്ഞൊരുങ്ങി വണ്ടി കയറി അങ്ങോട്ട് തലങ്കും പലങ്കുമൊക്കെ യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞു കേട്ടത്. നല്ല കാര്യമല്ല. കുടുംബത്തിൽ ഇരിക്കാൻ പറ്റാത്ത ഏറ്റങ്ങളൊക്കെ ഇപ്പോൾ വണ്ടിക്കാവി കൊടുക്കാനില്ല എന്നുള്ളതിൻ്റെ പേരിൽ വീട്ടിൽ കയറി ഇരിക്കണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രിയദർശിനി ബസ് വരും, KSRTC ബസ് വരും, അതിൽ കയറിയിരിക്കുക. ഏതെങ്കിലും അടുത്ത അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകാൻ, നൊവേന കൂടാ, അല്ലെങ്കിൽ ആ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് തിരിച്ച് പോരാ, പ്രസാദം ഊട്ടുണ്ടെങ്കിൽ അത് കഴിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ വാഗമണ്ണൊക്കെ അടുത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടൂർ പോയിട്ട് വരാം, ഒന്നിനും കാശ് വേണ്ട. അപ്പോൾ കാര്യങ്ങൾ കുശാലായി. ഇങ്ങനെ കാര്യങ്ങൾ കുശാലായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഏതാണ്ട് 3 മാസം ആയില്ല. ഇപ്പോൾ പ്രിയദർശിനി യാത്ര ഏർപ്പെടുത്തിയിട്ട് ഏതാണ്ട് 2-2.5 മാസം ആവണേ. ഇതിനിടയിൽ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്ക് കൂടി ബി ഡി സതീശൻ്റെ നെഞ്ചത്തേക്ക് കയറി. കാരണം ഇങ്ങനെ ഈ മട്ടിന് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ച് വെച്ചേക്കണം കഞ്ഞിക്കലമൊക്കെ തല്ലിപ്പൊളിച്ച് കാട്ടിക്കളഞ്ഞ് വരും, ഞങ്ങളുടെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാൻ വരെ കാശില്ലാണ്ടായി പോകും. പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഡീസൽ മേടിക്കാൻ തന്നെ കാശ് കിട്ടാനില്ല. അതിനിടയ്ക്ക് ഉള്ള കഞ്ഞിയിൽ കല്ലുവാരിയിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രിയദർശിനി യാത്ര ഒന്നുകിൽ അത് പ്രൈവറ്റ് ബസ്സിലും നടപ്പാക്കുക, എന്നിട്ട് KSRTCക്ക് നിങ്ങൾ കൊടുക്കണ പോലെ ആ സബ്സിഡി പ്രൈവറ്റ് ബസ്സിനും താട്ടെ, അങ്ങനെ ഞങ്ങൾ പിടിച്ച് കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ ആ പരിപാടി അങ്ങോട്ട് വേണ്ടെന്ന് നോക്കി എല്ലാ പെണ്ണുങ്ങളും കാശ് കൊടുത്ത് യാത്ര ചെയ്യട്ടെ. ഈ കാലത്ത് തന്നെ പെണ്ണുങ്ങൾ സാരി മാറി ബാഗ് കൊടുത്തിട്ട് വണ്ടി കയറി തലങ്ങും പിളങ്ങി യാത്ര ചെയ്യണമെന്ന് കാശില്ലാണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോവല്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു ചുരുങ്ങിയ ശതമാനം സ്ത്രീകൾക്കെങ്കിലും അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. 10,000-15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യേണ്ട പെണ്ണുങ്ങൾക്ക് മാസം 3,000-3,500 രൂപയിലധികമൊക്കെ വണ്ടി കാശ് വരുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഈടുവയ്പ് തന്നെയാണ്. എന്തെങ്കിലും കുടുംബത്തിൽ അതിന് വല്ല മീന, പച്ചക്കറിയോ, പാല, പഴമൊക്കെ മേടിക്കാനൊക്കെ പറ്റൂല, അല്ലെങ്കിൽ വല്ല ചിട്ടി ചേർന്ന് അതിലേക്ക് അടയ്ക്കാനൊക്കെ പറ്റൂല. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പം അത് പറ്റൂല എന്ന് പറഞ്ഞേക്കണം. ആര് പറഞ്ഞേക്കണം? മുസ്ലിം ലീഗ്. അത് പറയാൻ കാരണം ഈ UDFൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകകക്ഷി ഈ ബി ഡി സതീശനെ മുഖ്യമന്ത്രിയെ ആക്കിയത് ഈ മുസ്ലിം ലീഗാണല്ലോ. അപ്പോൾ ആ മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിയേക്കണ്, പ്രമേയം അവതരിപ്പിച്ചേക്കണ്. അതെവിടെ? മുസ്ലിം ലീഗിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, അതായത് മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ 23-ാം വാർഡിൽ MK കമറുദ്ദീൻ എന്ന് പറഞ്ഞൊരു കൗൺസിലർ ആ പ്രമേയം കൊണ്ടുവന്നേക്കാണ്. പ്രിയദർശിനി യാത്ര സൗജന്യമാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾക്കൊക്കെ അതിൽ സൗജന്യ യാത്ര കിട്ടുന്നുണ്ട്, വണ്ടി കാശ് കൊടുക്കാണ്ട് ആരും വീട്ടിൽ കയറിയിരിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. ആശുപത്രി പോകാനാ, പിള്ളങ്ങളെ ആശുപത്രി കൊണ്ടുപോകാനാ, ഇനി വല്ല വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ പോകാൻ വണ്ടി കാശില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കേണ്ട, പോകാല്ല വണ്ടി. അത് നല്ല കാര്യമാണ്, പോട്ടെ. അല്ലാണ്ട് പെണ്ണുങ്ങൾ കാലത്ത് തന്നെ സാരിയും മുണ്ടൊക്കെ മാറി, സാരിയും ചേരയൊക്കെ മാറി വണ്ടിയിൽ കയറി തലങ്ങും വിലങ്ങൊക്കെ നടക്കുന്നത് നമുക്ക് സമ്മതിക്കാനും പറ്റില്ല. ഇനി പോട്ടെ, അതും വെറുതെ നമ്മൾ കാശില്ലാത്തതിൻ്റെ പേരിൽ അവർ നിഷേധിക്കേണ്ട, അവരും പോട്ടെ. പക്ഷെ കാശുള്ള പെണ്ണുങ്ങൾ, അതായത് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയ വലിയ ജോലികൾ ചെയ്യുന്ന പെണ്ണുങ്ങൾ, മാസം 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന പെണ്ണുങ്ങൾ KSRTCയിൽ സൗജന്യ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ പറ്റില്ല, സമ്മതിക്കാൻ പറ്റൂല എന്നാണ് ആര് പറഞ്ഞത്? കമറുദ്ദീൻ ലീഗിൻ്റെ ആളല്ല. അങ്ങനെ ഒതുക്കെങ്കിലും പഞ്ചായത്തിൽ കമറുദ്ദീൻ ഈ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിൻ്റെ ഈ പരിപാടി പുനഃപരിശോധിക്കണം. അതായത് ഈ പ്രിയദർശിനി യാത്ര എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് സൗജന്യ ടിക്കറ്റ് കൊടുക്കുന്നത് അർഹരായ ആളുകൾക്ക് കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ശമ്പളത്തിന് ജോലിക്ക് പോണവർക്ക് അവരുടെ ആ ശമ്പളത്തിൽ നിന്ന് ഒരു 3,500 രൂപ 4,000 രൂപയൊക്കെ വണ്ടി കാശ് കൊടുക്കേണ്ടി വന്നാൽ അത് കഷ്ടമാണ്. അപ്പോൾ ആ കാശ് അവർക്ക് ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കട്ടെ എന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇവർ സൗജന്യം കൊടുക്കട്ടെ. അവർ ടിക്കറ്റ് എടുക്കേണ്ട വണ്ടിയിൽ കയറി അങ്ങോട്ട് കൂടൊക്കെ അവർ യാത്ര ചെയ്തിട്ട് വേണമെങ്കിൽ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ യാത്ര ചെയ്തിട്ട് അതിനൊരു വിരോധമില്ല. പക്ഷെ കമറുദ്ദീൻ, കാശുള്ളവരൊന്നും കമറുദ്ദീൻ വെറുതെ വിടൂല. കളക്ടറേറ്റിൽ ജോലിക്ക് വേണ്ട പെണ്ണുങ്ങളൊക്കെ
അവർ നല്ല ശമ്പളമുള്ള പെണ്ണുങ്ങളുണ്ട്. ഇപ്പോൾ 60,000-70,000 രൂപ മാസം ശമ്പളം മേടിക്കുന്നവർക്ക് ഈ വണ്ടിക്ക് കൂലി കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ ശരിയാവണമെങ്കിലാണ്. അപ്പോൾ അവർ ഒരു കാരണവശാലും ഈ സൗജന്യം പറ്റണ്ട. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ജോലിക്കാരായിട്ടുള്ള സ്ത്രീകളെയൊക്കെ സൗജന്യ യാത്രാ പദ്ധതിയിൽ നിന്ന്, പ്രിയദർശിനി പദ്ധതിയിൽ നിന്ന് റദ്ദ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഈ MK ഖമറുദ്ദീൻ പറഞ്ഞേക്കുന്നത്. അത് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങളിൽ പഞ്ചായത്തിൽ ഖമറുദ്ദീൻ ആ പ്രമേയം കൊണ്ടുവന്നൊക്കെയാണ്. ഇതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലീഗിന്റെ ഭാഗത്ത് ഇങ്ങനൊരു നീക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഖമറുദ്ദീൻ ഒതുക്കങ്കൽ പഞ്ചായത്തിൽ അവതരിപ്പിച്ച് നാളെ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കും. നാളെ ഇത് സഭയിൽ കൊണ്ടുവരും, മന്ത്രിസഭയിൽ കൊണ്ടുവരും. ഈ ചർച്ചയാവും വലിയ പുകിലാകും എന്ന് തന്നെ പറഞ്ഞേക്കണത്. എന്തായാലും BD സതീശൻ അങ്കലാപ്പിലായിരിക്കുകയാണ്. ഈ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുക്കും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. ഇപ്പൊ കേന്ദ്രത്തിൽ ഭരണമില്ലാത്തതിന്റെ പേരിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെന്ന് പുള്ളിക്കാരന് പറയാൻ പറ്റൂല. ഇപ്പൊ കർണാടകയിൽ കോൺഗ്രസ് ഭരണം കിട്ടി, അവിടെ കൊടുത്ത്. അവിടെ KSRTC ഒരുമാതിരി ലെവലിലാണ് ഓർഡർ ചെയ്തെന്ന് പറയുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ KSRTC കടത്തിന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് 100 രൂപ കടത്തിന്ന് 1000 രൂപ കടത്തിയിലേക്ക് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണത്. 10 പൈസ നീക്കി വെക്കാനില്ല, അവിടെ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ ഈ KSRTCയിൽ ജോലിക്കാർക്ക് ചായ കുടിക്കാൻ പോലും കാശില്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഈ പെണ്ണുങ്ങളെ കയറ്റി അങ്ങോട്ട് കൂടെ ഓടുമ്പോൾ അവർക്കും കാശില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ള കഞ്ഞിയിൽ പാറ്റിയിടുന്ന പരിപാടിയാണ് ചെയ്തതെന്നുള്ളതാണ് ഒരഭിപ്രായം. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വേറെ ഏതെങ്കിലും വകുപ്പിലൊക്കെ കാശ് കണ്ടെത്തി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ എതിർപ്പ് വന്നേക്കണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ജോലി 10,000-60,000 രൂപ ശമ്പളമുള്ള പെണ്ണുങ്ങൾ ഈ സൗജന്യ യാത്ര അവർക്ക് കൊടുക്കാൻ പറ്റൂല. അതിന് വേറെ എന്തെങ്കിലും ഒരു മാനദണ്ഡം കൽപ്പിക്കണം. അപ്പോൾ ഈ മുന്നോക്കം നിൽക്കണ, അതായത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കണ ജോലിയുള്ള പെണ്ണുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. സാമ്പത്തികമായിട്ട് ഉള്ളവർക്ക് അത് ചുരുങ്ങിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യണവർക്കൊക്കെ കൊടുക്കട്ടെ, നല്ല കാര്യം. ഈ പ്രിയദർശിനി സൗജന്യ യാത്ര അത് നിർത്തണ്ട, പക്ഷെ എല്ലാ പെണ്ണുങ്ങൾക്കും ഈ പരിപാടി പറ്റൂല എന്നാണ് ഇപ്പൊ ഖമറുദ്ദീൻ പറഞ്ഞേക്കണം. എന്തായാലും ഖമറുദ്ദീന്റെ ഈ പ്രമേയം ഒതുക്കുങ്ങൽ പഞ്ചായത്ത്, ലീഗ് ഭരിക്കണ പഞ്ചായത്തിന് അവിടെ ഇത് പാസ്സാക്കൂല്ലെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നാളെ നിയമസഭയിലേക്ക് ഇത് വരൂല്ലെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇതിപ്പോൾ വലിയ തലവേദനയായി കീറാമുട്ടിയായി VD സതീശന് മാറുമെന്നുള്ള സംശയമില്ല. ഇനിയിപ്പോൾ പ്രിയദർശിനി ബസ്സിന് കൈ കാണിക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം, പെണ്ണുങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം, 60,000 രൂപ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ ഞാൻ കൈ അങ്ങോട്ട് കാണിച്ച കൈ പൊറോട്ടയ്ക്ക് മടക്കിക്കൊണ്ട് ചില്ലറ എടുത്ത് ബാഗിൽ വെച്ചോ, വണ്ടി കയറാൻ അത്ര നടക്കുള്ളൂ, സൗജന്യ യാത്ര കിട്ടൂല എന്നാണ് ഖമറുദ്ദീൻ പറയണത്. അപ്പം എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിനെ പ്രിയദർശിനി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടെ. സൗജന്യ യാത്ര അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ, അല്ലാത്തവരൊക്കെ സ്വയം പിന്മാറട്ടെ. അപ്പോൾ എനിക്ക് വണ്ടി കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ എനിക്കൊരു പാങ്ങുണ്ടെങ്കിൽ ഞാനതിൽ പോകണില്ല എന്ന് അവർ വിചാരിച്ചാൽ മതിയില്ല. അപ്പം ഇങ്ങനെയുള്ള പുകിലികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മുണ്ടാണ്ടിരിക്കാൻ പറ്റൂലില്ല. അപ്പം എന്തായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രിയദർശിനി യാത്രയിൽ വണ്ടിക്ക് പോകാൻ പറ്റിയ ആരുമില്ല. അപ്പോൾ അവരങ്ങനെ പോണില്ല. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ നമുക്ക് വരാട്ടാ. അപ്പം അങ്ങനെ ആവട്ടെ, എല്ലാവർക്കും ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊരുത്തക്കേടാണെന്നാണ് ഖമറുദ്ദീൻ പറയണേ. അപ്പം ഇനി എന്താ അതിൽ ഒരു ഗുഡൻസ് വേറെ എന്താണ്, ഇനിയിപ്പോൾ അതിന് വേറെ മാനദണ്ഡങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. സലാം.